إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين അല്ലാഹു സുബ്ഹാനഹു വതആല അവനാകുന്നു അക്ഷരജ്ഞാനമില്ലാത്തവരിലേക്ക് അല്ലാഹുവിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്തു കൊടുത്തും വിശുദ്ധ ഖുർആനും കിതാബും സുന്നത്തും പഠിപ്പിച്ചു കൊടുത്തും നന്മ കൽപ്പിച്ചും തിന്മ വിരോധിച്ചുകൊണ്ടും ആ സമൂഹത്തെ സംസ്കരിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ അവരതിനു മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിലേക്ക് അള്ളാഹുവിൻ്റെ മതവുമായി കൊണ്ടായിരുന്നു കടന്നു ചെന്നത്. എന്തായിരുന്നു ഒന്നാമതായി ആ സമൂഹത്തെ പഠിപ്പിച്ചത്? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നജ്ജാശിയുടെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് നജ്ജാശിയോട് പറയുന്നുണ്ട്, അയ്യുഹൽ മലിക് കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ്യത്തിൻ നഅ്ബുദുൽ അസ്നാം. അല്ലയോ രാജാവേ, ഞങ്ങൾ ജാഹിലിയ വിഭാഗമായിരുന്നു, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. വനഅ്കുലുൽ മൈത ഞങ്ങൾ ശവങ്ങളെ ഭുജിക്കുന്നവരായിരുന്നു. വനഅ്തിൽ ഫവാഹിഷ മ്ലേച്ഛവൃത്തികളെ സമീപിക്കുന്നവരായിരുന്നു ഞങ്ങൾ. വനഖ്തഉൽ അർഹാം കുടുംബ ബന്ധങ്ങളെ മുറിക്കുന്നവരായിരുന്നു ഞങ്ങൾ. വനുസീഉൽ ജിവാർ അയൽവാസികളോട് മോശമായി പെരുമാറുന്നവരായിരുന്നു ഞങ്ങൾ. വയഅ്കുലുൽ ഖവിയ്യു മിന്നദ് ദഈഫ ഞങ്ങളിലെ ശക്തൻ ഞങ്ങളിലെ ദുർബലരോട് അനീതി കാട്ടുമായിരുന്നു. ഫകുന്ന അലാ ദാലിക ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂലൻ മിന്നാ അങ്ങനെയുള്ളൊരു ജനവിഭാഗമായിരുന്നു ഞങ്ങൾ. അല്ലാഹു തആല ഞങ്ങളിൽ നിന്ന് ഞങ്ങളിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിക്കുന്നതുവരെ നഅരിഫു നസബഹു ആ പ്രവാചകന്റെ പരമ്പര അതറിയുന്നവരാണ് ഞങ്ങൾ. വസിദ്ഖഹു ആ പ്രവാചകന്റെ സത്യസന്ധത അറിയുന്നവരാണ് ഞങ്ങൾ. വഅഫാഫഹു ആ പ്രവാചകന്റെ വിശുദ്ധി അറിയുന്നവരാണ് ഞങ്ങൾ. വഅമാനത ആ പ്രവാചകന്റെ ഉത്തരവാദിത്വ ബോധം അതെത്രത്തോളമുണ്ടെന്നറിയുന്നവരാണ് ഞങ്ങൾ. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി ആ സമൂഹത്തിൽ ചെയ്ത കാര്യമെന്തായിരുന്നെന്ന് അദ്ദേഹം പറയുന്നു, ഫദആന ഇലല്ലാഹി അസ്സ വജല്ല
ലിനുവഹിദഹു വനഅബ്ദഹു വനഖ്ലഅ മാ കുന്നാ നഅബ്ദു നഹ്നു വആബാഉനാ മിൻ ദൂനിഹി മിനൽ ഹിജാറത്തി വൽ ഔഥാൻ. ആ പ്രവാചകൻ ഞങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു, അവനെ മാത്രം ഏകനാക്കുവാൻ വേണ്ടി, അവനോട് മാത്രം പ്രാർത്ഥിക്കുവാൻ വേണ്ടി. ഞങ്ങളും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും അവന് പുറമെ ആരാധിച്ചു പോന്ന സകല വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ഒഴിവാക്കുവാൻ, വർജിക്കുവാൻ വേണ്ടി ആ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു. ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചത് തൗഹീദായിരുന്നു. അതുപോലെ തന്നെ ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശക്തമായി വിലക്കിയത് ശിർക്കിനെ തൊട്ടുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ആരാധിക്കുക, അല്ലാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ അവയിലൊക്കെയും അല്ലാഹുവിനെ ഏകനാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മറ്റൊന്നിനെയും അല്ലാഹുവിനോട് പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. ഇതാണ് തൗഹീദ്. എന്താണ് ശിർക്ക്? അവിടുന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അയ്യുദ്ദംബി അഅ്ളം, ഏറ്റവും ഗൗരവമേറിയ പാപമേതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് സമനെ ഉണ്ടാക്കലാകുന്നു. ഇതാണ് ഏറ്റവും വലിയ പാപം, ഇതാണ് ശിർക്ക്. ഷിർക്കിനെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, ഇന്ന ശിർക ലദുൽമുൻ അളീം, അതിവമ്പിച്ച ഗുരുതരമായ ദുൽമാകുന്നു ഷിർക്ക് എന്നുള്ളത്. എന്താണ് ഷിർക്കെന്ന് ഉലമാക്കൾ നമുക്കൊന്നുകൂടി വ്യക്തമാക്കി തരുന്നുണ്ട്. അവർ പറഞ്ഞു, ഷിർക്കെന്നാൽ മുസാവാത്തു വ തശ്രീകു ഗൈരില്ലാഹി ബില്ലാഹി ഫീമാ ഹുവ മിൻ ഖസായിസില്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അല്ലാഹുവല്ലാത്തവരെ അല്ലാഹുവിനോട് സമമാക്കലാണ്, അല്ലാഹുവിനോട് പങ്കുചേർക്കലാണ് ഷിർക്ക് എന്നുള്ളത്. എന്താണ് അല്ലാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങൾ? ഉലമാക്കൾ പറയുന്നു, ഒന്ന് റുബൂബിയത്താണ്, മറ്റൊന്ന് ഉലൂഹിയത്താണ്, മറ്റൊന്ന് അൽ അസ്മാ വ സിഫാത്താണ്. അതുകൊണ്ട് റുബൂബിയത്താകുന്ന, ഉലൂഹിയത്താകുന്ന, അസ്മാ വ സിഫാത്താകുന്ന അല്ലാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അല്ലാഹുവിനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കുവാൻ പാടില്ല, മറ്റൊന്നിനെയും സമമാക്കുവാനും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ പങ്കു ചേർക്കുന്നവരാകരുത് നാം. അതുകൊണ്ട് ഷിർക്ക്, അത് വരുന്ന വഴികളെക്കുറിച്ച് നാം പഠിക്കണം. എങ്ങനെയാണ് റുബൂബിയത്തിൽ ഷിർക്ക് സംഭവിക്കുക? ഉലമാക്കൾ പറയുന്നു, തസ്വിയത്തു ഗൈരില്ലാഹി ബില്ലാഹി ഫീമാ ഹുവ മിൻ ഖസായിസി വഅഫ്ആലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രം പ്രത്യേകമായ കർമ്മങ്ങൾ, അല്ലാഹുവിൻ്റെ കർമ്മങ്ങളായി കൊണ്ടുവന്ന കാര്യങ്ങൾ, അവയിൽ അല്ലാഹുവല്ലാത്ത മറ്റൊരാളെയും പങ്കുചേർക്കുക പാടില്ല, സമമാക്കുവാനും പാടുള്ളതല്ല. അല്ലാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള കർമ്മങ്ങളിൽപ്പെട്ടതാണ് ഒന്ന്, എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ് എന്നുള്ള കാര്യം. അല്ലാഹു പറഞ്ഞു, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, സർവ വസ്തുക്കളുടെയും സൃഷ്ടാവ് അല്ലാഹു ആകുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മറ്റൊന്നിനെയും പങ്കുചേർക്കുവാനോ സമമാക്കുവാനോ പാടില്ല. അല്ലാഹുവല്ലാത്ത മറ്റൊരു സൃഷ്ടി ഈ ലോകത്തിനുണ്ട്, മറ്റൊരു സൃഷ്ടാവ് ഈ ലോകത്തിനുണ്ടെന്ന് വിശ്വസിക്കുക പാടുള്ളതല്ല. അതേപോലെ തന്നെ എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അല്ലാഹു ആകുന്നു. എന്നാൽ ഇന്ന കാര്യങ്ങളുടെ സൃഷ്ടാവ്, ഇന്ന കാര്യങ്ങളെ സൃഷ്ടിച്ചവൻ ഇന്നയാളാണ്, ഇന്ന സൃഷ്ടിയാണ് എന്നുള്ള വിശ്വാസവും പാടില്ല. ഇങ്ങനെ വിശ്വസിക്കുന്നത് വഴി റുബൂബിയത്തിൽ ഷിർക്ക് സംഭവിച്ചു. അതേപോലെ തന്നെ അല്ലാഹുവിൻ്റെ മാത്രം അവന് മാത്രമുള്ള പ്രത്യേകമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് എല്ലാത്തിൻ്റെയും അധികാരി എന്നുള്ളത്. അല്ലാഹു പറഞ്ഞു, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, സർവ്വതിൻ്റെയും ആധിപത്യം ഏതൊരുവൻ്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ സർവ്വ അധികാരി അല്ലാഹു മാത്രമാകുന്നു.
മനുഷ്യൻ്റെയും മറ്റു സൃഷ്ടികളുടെയും അധികാരമെന്നുള്ളത് പരിമിതമാണ്. അവൻ്റെ മരണത്തോടുകൂടി അല്ലെങ്കിൽ ആ കാര്യം നശിക്കുന്നതോടുകൂടി അവരുടെ അധികാരം അവിടെ കഴിഞ്ഞു. അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ അധീനതയിലുള്ള കാര്യം അവരിൽ നിന്ന് കൈവിട്ടു പോവുകയും ചെയ്യാം. അതുകൊണ്ട് സർവ്വതിൻ്റെയും അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാകുന്നു. ഇനിയൊരു വിശ്വസിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ മറ്റൊരു അധികാരി കൂടിയുണ്ട് ഈ ലോകത്തിനെന്ന്. അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും അധികാരം അല്ലാഹുവിനാകുന്നു. എന്നാൽ ഇന്ന കാര്യങ്ങളുടെ അധികാരം ഇന്ന സൃഷ്ടിക്കാണ് എന്നൊരു വിശ്വസിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ശിർക്ക് വച്ചവനായി, ശിർക്ക് സംഭവിച്ചവനായി അവൻ മാറി. അതേപോലെ അല്ലാഹുവിൻ്റെ മാത്രം കർമ്മങ്ങളിൽപ്പെട്ടതാണ്, പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് അവനാകുന്നു എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനെന്നുള്ളത്. അല്ലാഹു പറഞ്ഞു, ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ്സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാമിൻ സുമ്മസ്തവാ അലൽ അർശി യുദബ്ബിറുൽ അംർ. തീർച്ചയായും നിങ്ങളുടെ റബ്ബായ അല്ലാഹു 6 ദിവസങ്ങളിലായിക്കൊണ്ട് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും പിന്നീട് സകല കാര്യങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് അർശിന്മേൽ ഇസ്തിവാ ചെയ്യുകയും ചെയ്തു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അഥവാ അംറൽ ഖലായിക്കി, അവൻ്റെ സർവ്വ സൃഷ്ടികളുടെയും കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്. ഈ ലോകത്തിൻ്റെ നിയന്താവ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. ഇനിയൊരു വിശ്വസിക്കുകയാണ്, മുദബ്ബിറുൽ ആലം, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവിൻ്റെ ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ ഈ ലോകത്തെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് ഇവർക്കൊക്കെ നൽകിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് എന്ന് ജൽപ്പിച്ചാൽ പോലും അതും ശിർക്കായി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് ഒരാൾക്കും നൽകിയതായി വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല, തെളിവ് വന്നിട്ടില്ല. അതുകൊണ്ട് അല്ലാഹുവല്ലാത്ത അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നുണ്ട് എന്നൊരു വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ CM മടവൂർ മുദബ്ബിറുൽ ആലമാണ്, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവനാണ് എന്നൊരു വിശ്വസിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിൽ പങ്കുചേർത്തവനായി അവനും ശിർക്ക് സംഭവിച്ചവനായി മാറി. അതേപോലെ അല്ലാഹുവിൻ്റെ മാത്രം പ്രവർത്തനങ്ങളിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് അൽ ഉലൂഹിയ്യ. എങ്ങനെയാണ് ഉലൂഹിയത്തിൽ ശിർക്ക് സംഭവിക്കുക? ഉലമാക്കൾ പറയുന്നു, സർഫുൽ ഇബാദത്തി ഔ നൗഇൻ മിൻഹാ ലിഗൈരില്ലാ, ഇബാദത്തിനെ മുഴുവനായോ അല്ലെങ്കിൽ ആരാധനാ കർമ്മങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ചില ആരാധനാ കർമ്മങ്ങളെയോ അല്ലാഹുവല്ലാത്ത മറ്റ് സൃഷ്ടികളിലേക്ക്, മറ്റുള്ളവയിലേക്ക് തിരിച്ചു വിടുന്നത് വഴി ഉലൂഹിയത്തിലെ ശിർക്കും സംഭവിക്കും. ഉദാഹരണത്തിന് എന്താണ് ഇബാദത്ത്? ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർദാഹു മിനൽ അഖ്വാലി വൽ അഅമാലി അദ്ദാഹിറത്തി വൽ ബാത്തിന. മാനസികവും ശാരീരികവുമായിട്ടുള്ള അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ എല്ലാ കർമ്മങ്ങളും ഇബാദത്താണ്. ഇതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആരാധന കർമ്മമാണ് പ്രാർത്ഥന എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാകുന്നു ആരാധന. അത്രമേൽ വലിയ സ്ഥാനം പ്രാർത്ഥന എന്നുള്ള ആരാധന കർമ്മത്തിന് ഇസ്ലാമിലുണ്ട്. അപ്പോൾ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. എന്നാൽ ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, ബദരീങ്ങളെ കാക്കണമേ എന്ന് വിളിച്ച്, CM മടവൂരെ രക്ഷിക്കണേ എന്ന് വിളിച്ച്, അല്ലെങ്കിൽ പ്രവാചകരെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെ നീ കരകയറ്റണമേ എന്ന രൂപത്തിൽ മറ്റു വല്ല സൃഷ്ടികളോടും, അമ്പിയാക്കളാണെങ്കിലും മൗലിയാക്കളാണെങ്കിലും ആരാണെങ്കിലും ശരി, മറ്റു വല്ല സൃഷ്ടികളോടും ഒരുവൻ വിളിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉലൂഹിയത്തിൽ ശിർക്ക് സംഭവിച്ചു. കാരണം പ്രാർത്ഥന എന്നുള്ളത് ആരാധനയുടെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഇതുപോലെ തന്നെയാണ് മറ്റേതേത് ആരാധനാ കർമ്മങ്ങളും. അല്ലാഹുവല്ലാത്ത മറ്റാരിലേക്ക് ആ ആരാധനാ കർമ്മം തിരിച്ചാലും അതിലെല്ലാം ശിർക്ക് സംഭവിക്കും. അതുകൊണ്ട് ആ കാര്യവും ശ്രദ്ധിക്കണം നാം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള മറ്റൊരു കാര്യമാകുന്നു അൽ അസ്മാഉ വസ്സിഫാത്ത്, ഗുണവിശേഷണങ്ങൾ. അല്ലാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളായിക്കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലെല്ലാം അല്ലാഹു വേഗനാകുന്നു. ആ കാര്യങ്ങളിൽ
അള്ളാഹുവിനോട് മറ്റൊരു കാര്യവും സമമാവുകയില്ല. അള്ളാഹു പറഞ്ഞു, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ പോലെ മറ്റൊന്നുമില്ല, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശേഷണങ്ങൾ അതല്ലാഹുവിനെ പോലെ മറ്റൊരാൾക്കും തന്നെ ഇല്ല. ആ വിശേഷണങ്ങളിലും നാമങ്ങളിലുമെല്ലാം അള്ളാഹു ഏകനാകുന്നു. അതുകൊണ്ട് അൽ അസ്മാ വസിഫാത്തിലും ഷിർക്ക് പാടുള്ളതെല്ലാം. എങ്ങനെയാണ് അസ്മാ വസിഫാത്തിൽ ഷിർക്ക് സംഭവിക്കുക? ഉലമാക്കൾ പറഞ്ഞു തരുന്നു, ഹുവ ഇഅ്തിഖാദു അന്ന സമ്മത മഖ്ലൂഖൻ യത്തസിഫു ബിസിഫാത്തില്ലാഹി അസ്സ വജല്ല ഔ ബഅദിഹാ കത്തിസാഫില്ലാഹി അസ്സ വജല്ല. അല്ലാഹു സുബ്ഹാനഹു വതആലക്കുള്ള വിശേഷണം പോലെ മറ്റൊരടിമക്കും വിശേഷണങ്ങൾ ഉണ്ട് എന്നൊരുവൻ വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്കുള്ള വിശേഷണങ്ങളിൽ ഇന്ന വിശേഷണങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള കഴിവുകളിൽപ്പെട്ട ഇന്ന കഴിവുകൾ ഇന്ന ഒരു അടിമക്കുണ്ട്, ഒരു സൃഷ്ടിക്കുണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രം അർഹമായ അസ്മാ വസിഫാത്തിൽ ഷിർക്ക് ചെയ്തവനായി മാറി. ഉലമാക്കൾ പറയുന്നുണ്ട്, മിസ്ലു അന്ന ബശറൻ യഅലമുൽ ഗൈബ്. ഉദാഹരണത്തിന്, ഒരാൾ വിശ്വസിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ചില സൃഷ്ടികൾക്ക്, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, അല്ലെങ്കിൽ ഔലിയാക്കൾക്ക്, മറ്റേതേത് സൃഷ്ടികൾക്കും ഗൈബറിയുവാൻ സാധിക്കും എന്നൊരു വിശ്വസിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള ഗൈബറിയാം എന്നുള്ള കഴിവിൽ, എന്നുള്ള വിശേഷണത്തിൽ മറ്റുള്ളവരെ അവൻ പങ്കുചേർത്തവനായി മാറി. അല്ലാഹു പറഞ്ഞു, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ മറ്റാരും, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള മറ്റാരും തന്നെ ഗൈബറിയുകയില്ല എന്ന് പ്രവാചകരെ നീ പറയണം. അല്ലാഹുവിനെ മാത്രമാകുന്നു ഗൈബറിയുക. ഇത് അല്ലാഹുവിൻ്റെ വിശേഷണമാകുന്നു. മറ്റ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബറിയാം എന്നൊരൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൊയ്തീൻ ഷെയ്ഖിന് ഗൈബറിയാം എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ ഷിർക്ക് വെച്ചവനായി അവൻ മാറി. അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്നവൻ അല്ലാഹു മാത്രമാകുന്നു, അല്ലാഹുവിൻ്റെ മാത്രം കഴിവാണിത്, അവൻ്റെ മാത്രം വിശേഷണമാണിത്. ഉരൻ വിശ്വസിക്കുകയാണ്, ഈ ലോകത്ത് വെച്ച് എവിടെ വെച്ച് മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചാലും മൊയ്തീൻ ഷെയ്ഖ് കേൾക്കുമെന്നൊരൻ വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ ബദരീങ്ങളെ വിളിച്ചാൽ ബദരീങ്ങൾ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ മറ്റാരെ വിളിച്ചാലും അവരെൻ്റെ വിളി കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള എല്ലാം കേൾക്കുന്നവനെന്നുള്ള വിശേഷണം എന്ന കഴിവിൽ അവൻ്റെ സൃഷ്ടികളെ ആ മനുഷ്യൻ പങ്കുചേർത്തവനായി മാറി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള ഷിർക്കിനെയെല്ലാം നാം സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്ന മുസ്ലിമീങ്ങളായി നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഇനിയൊരാൾ വിശ്വസിക്കുകയാണ്, ഈ ലോകത്തെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് CM മടവൂരിനുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ ബദരീങ്ങളെ കാക്കണമേ എന്നൊരുവൻ പ്രാർത്ഥിച്ചാൽ, മൊയ്തീൻ ഷെയ്ഖയെ രക്ഷിക്കണേ എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ഖബറിലുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ഇന്ന സൃഷ്ടികൾക്കുണ്ട് എന്നൊരു വിശ്വസിച്ചാൽ അവനിൽ ഷിർക്ക് സംഭവിച്ചു. ഇങ്ങനെയുള്ള പിഴച്ച വിശ്വാസം ഒരുവനിലുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അപകടം? അത് നാം മനസ്സിലാക്കണം. ഒന്നാമതായിക്കൊണ്ട് ഈ ഒരു ഷിർക്കൻ വിശ്വാസങ്ങൾ അവൻ്റെ ഇഹലോകത്തെയും പരലോകത്തെയും നശിപ്പിച്ചു കളയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്തനിബുസ് സബ്അൽ മുബിഖാത്ത്, നാശഹേതുക്കളായ കാര്യങ്ങളെ 7 കാര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം. അതിൽപ്പെട്ട ഒരു കാര്യമായി പ്രവാചകൻ പറഞ്ഞു, അശ്ശിർക ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ പങ്കുചേർക്കലാണ്. ഒരുവൻ ഷിർക്ക് ചെയ്യുന്നത് വഴി ആ ഷിർക്ക് കാരണം അവൻ്റെ ഇഹലോകവും അവൻ്റെ പരലോകവും അവന് നഷ്ടമാകും. ഇഹലോകത്ത് വെച്ച് അവന് സന്മാർഗത്തിൽ പ്രവേശിക്കുവാനോ പരലോകത്ത് വെച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുവാനോ സാധിക്കുകയില്ല.
അതേപോലെ തന്നെ ഈ ഒരു വിശ്വാസത്തിൽ ഒരുവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഒരു കാലവും പുറത്തു കൊടുക്കില്ല. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു തആല അവൻ ശിർക്ക് ഒരു കാലവും പുറത്തു കൊടുക്കുകയില്ല. എന്നാൽ അവയല്ലാത്തയെല്ലാം അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. ഒരുവൻ ശിർക്ക് ചെയ്ത് ഈ ഒരു വിശ്വാസപ്രകാരം ഇതിൽ നിന്ന് തൗബ ചെയ്യാതെയാണ് മരണപ്പെടുന്നത് എങ്കിൽ ഈ ഒരു പാപത്തെ അല്ലാഹു ഒരു കാലവും അവന് പുറത്തു കൊടുക്കില്ല. അതേപോലെ തന്നെ മറ്റൊരപകടം, അവൻ കാലാകാലം നരകത്തിലായിരിക്കും. സ്വർഗം അവൻ്റെ മേൽ അല്ലാഹു നിഷിദ്ധമാക്കും. അല്ലാഹു പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നത വമഅവാഹുൻ നാർ. നിശ്ചയമായും ആരാണോ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേൽ സ്വർഗത്തെ നിഷിദ്ധമാക്കുകയും നരകത്തെ അവൻ്റെ വാസസ്ഥലമായി സങ്കേതമായി നിശ്ചയിക്കുകയും ചെയ്യും. അതേപോലെ ശിർക്കിൻ്റെ മറ്റൊരപകടമാണ്, അവൻ ഒരു കാലവും നരകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ശിർക്കല്ലാത്ത മറ്റേത് വൻ പാപങ്ങളാകട്ടെ, അത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരടിമയെയും നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ അവൻ ചെയ്ത ആ പാപത്തിനനുസൃതമായിട്ടുള്ള ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അല്ലാഹു അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും, നരകത്തിൽ നിന്ന് പുറത്തെടുക്കും. എന്നാൽ ശിർക്കിലായിക്കൊണ്ടാണ് ഒരുവൻ മരണപ്പെടുന്നത് എങ്കിൽ, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നുള്ള വിശ്വാസത്തിലാണ് ഒരുവൻ മരണപ്പെടുന്നത് എങ്കിൽ, ഈ ലോകത്തെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് അല്ലാഹുവിൻ്റെ ഔലിയാക്കൾക്കുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഒരുവൻ മരണപ്പെടുന്നത് എങ്കിൽ, അതല്ലെങ്കിൽ മൊയ്തീൻ ഷെയ്ഖ് എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും എന്ന വിശ്വാസത്തിലാണ് ഒരുവൻ മരണപ്പെടുന്നത് എങ്കിൽ, അതല്ലെങ്കിൽ ബദരീങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും എന്ന വിശ്വാസത്തിലാണ് ഒരുവൻ മരണപ്പെടുന്നത് എങ്കിൽ, അവൻ കാലാകാലം നരകത്തിലാണ്. അവൻ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ മരണപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവൻ തൗബ ചെയ്ത് തൗഹീദിലേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ അവൻ കാലാകാലം നരകത്തിലായിരിക്കും. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളുകയും അവയെ തൊട്ട് അഹങ്കാരം നടിക്കുകയും ചെയ്തവർ, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ. ആകാശത്തിൻ്റെ കവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ഒരു സൂചിയുടെ അറ്റത്തുള്ള തുളയിലൂടെ ഒരൊട്ടകം മറുവശത്തേക്ക് കടക്കുന്ന കാലമത്രയും അവൻ സ്വർഗത്തിലേക്ക് തിരിച്ചു പ്രവേശിക്കുകയുമില്ല. അവൻ കാലാകാലം നരകത്തിലായിരിക്കും. ഒരു കാലവും അവന് സ്വർഗപ്രവേശനം സാധ്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്നവരാകണം നാം. അതുകൊണ്ട് തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ് എന്ന് പഠിക്കുന്ന നല്ലവരായ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അതിനുവേണ്ടി വിജ്ഞാന സദസ്സുകളിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും എല്ലാ മനുഷ്യരും നഷ്ടത്തിലാകുന്നു. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. വിശ്വസിച്ചവരൊഴികെ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരൊഴികെ, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരൊഴികെ, ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിച്ചവരൊഴികെ. അതുകൊണ്ട് സത്യവിശ്വാസിയാകണം നാം. ആരാണ് സത്യവിശ്വാസി? എന്തെല്ലാമാണ് അന്ധവിശ്വാസങ്ങൾ? അതിനെക്കുറിച്ചറിയുമ്പോഴാണ് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് അതിനെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തി സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന് നാം വിജ്ഞാന സദസ്സുകളിലേക്ക് കടന്നു വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന സൽക്കർമ്മങ്ങൾ ഏതൊക്കെയാണ്? ആ കർമ്മങ്ങൾ ഏതെല്ലാം രൂപത്തിൽ ചെയ്യുമ്പോഴാണ് അല്ലാഹു അത് സ്വീകരിക്കുക? ഇതറിയണമെന്നുണ്ടെങ്കിൽ നാം വിജ്ഞാന സദസ്സുകളിലേക്ക് കടന്നു വരണം. എന്നിട്ട് അവിടെ നിന്ന് നാം പഠിക്കണം. നാം ചെയ്യുന്ന വുദൂ, നാം നമസ്കരിക്കുമ്പോൾ നാം ചെയ്യുന്ന ഓരോരോ പ്രവർത്തനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുപോലെയാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് എന്ന് നമുക്കുറപ്പുണ്ടോ? ഉറപ്പില്ലെങ്കിൽ ഉറപ്പിക്കണം. അത് പഠനത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ പ്രബോധനം ചെയ്യണം. അതേപോലെ പ്രബോധന മാർഗത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്ന
യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാ അദ്ദീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.